ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ദോശയാണ്. കാടമുട്ട ഉപയോഗിച്ചാണ് നമ്മൾ എഗ് ദോശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് കാടമുട്ട ഉപയോഗിച്ച് എഗ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. അത് 8 മണിക്കൂർ വീർക്കാനായിട്ട് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കാടമുട്ട, പിന്നെ വേണ്ടത് കുറച്ച് സവാള, അതുപോലെ തന്നെ 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് ദോശ റെഡിയാക്കാനായിട്ട് തവ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം. ഓവറായിട്ട് ചെയ്യരുത്. അപ്പം നമ്മൾ നെയ്യ് ഇട്ടിട്ട് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിക്കാം. ഇതിന് മേലെ നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചമ്മന്തിപ്പൊടിയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്യണത്. ചമ്മന്തിപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചട്നിയും സാമ്പാറും ഒന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. എന്നിട്ട് ശരിക്കും ഒന്ന് അതെല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയിൽ നിന്ന് തൂവിക്കൊടുക്കാം. പിന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടാനുള്ളത് കുറച്ച് ഉപ്പിടണം, അതുപോലെ കുരുമുളക് പൊടി ഇടണം, കാടമുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ നമുക്ക് കാടമുട്ട ആദ്യം തന്നെ പൊട്ടിച്ച് ഒന്ന് എല്ലായിടത്തേക്ക് ഒന്ന് ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 7 കാടമുട്ടയാണ് ഇപ്പോൾ ഒരു ദോശയിൽ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഗ് യോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ എഗ് ദോശ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി അതെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ എഗ് ദോശയും റെഡിയാക്കി എടുക്കാം. ദോശയും സാമ്പാറും ഒക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ എഗ് ദോശ ശരിയായി വളരെ സിമ്പിളായ ഒരു പ്രിപ്പറേഷനാണ്. പക്ഷേ വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.